Hi all, I am from ICANS Academy. അപ്പോൾ സി എ ഫൗണ്ടേഷൻ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻസ് ഈ കഴിഞ്ഞ 24-ാം തീയതി കഴിഞ്ഞു അല്ലെ? അപ്പോൾ എക്സാം കഴിഞ്ഞതിന്റെ ആശ്വാസവും ഉണ്ട്, അതുപോലെ തന്നെ എഴുതി വെച്ചതൊക്കെ ശരിയാണോ എന്ന് അറിയാത്തതിലുള്ള ഒരു ടെൻഷനും നമുക്കുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ എക്സാമിനേഷൻസിന്റെ ഒരു ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അതായത് ജസ്റ്റ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നു, എഴുതാൻ പറ്റുന്നതായിരുന്നു, പഠിച്ചത് വെച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് ജസ്റ്റ് നമ്മളൊരു ഓവറോൾ അനാലിസിസ് നടത്താനായിട്ട് പോകുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് അക്കൗണ്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ജനറലി പറയുവാണെങ്കിൽ ഇത്തവണത്തെ അക്കൗണ്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അനാലിസിസ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ നമ്മളൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങുവാണെങ്കിൽ ഈ പറയുന്നതിലേക്ക് ആദ്യത്തെ ചോദ്യം തന്നെ ചോദിച്ചത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്ട്ലി ഉള്ള ഇല്ലുസ്ട്രേഷൻ 1, അതായത് ഈ ക്യാപിറ്റൽ റവന്യൂ ട്രാൻസാക്ഷന്റെ ചാപ്റ്റർ ഇല്ലേ, അതിൽ നിന്ന് ഡയറക്ട്ലി ഇല്ലുസ്ട്രേഷൻ 1-നകത്ത് സെക്കൻഡ് ഐറ്റം ആയിട്ടുള്ള ട്രാൻസാക്ഷൻ തന്നെയായിരുന്നു. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഡയറക്ട്ലി ഉള്ള ചോദ്യം, വിത്തൗട്ട് എനി ചേഞ്ച്, അതായത് ഡയറക്ട്ലി ഉള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങുമ്പോൾ തന്നെ ടെക്സ്റ്റിൽ നിന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂലേ നമ്മൾ ടെക്സ്റ്റ് പഠിച്ചവർക്ക്. അതായത് ഇത്തവണ എന്ന് വെച്ചാൽ ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻസും ഇൻഡിവിജ്വലി എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് ഓരോ ചോദ്യം എങ്ങനെയാണ് നമ്മൾ ചെയ്ത ആൻസറിനകത്തേക്ക് എത്തുന്നത് എന്നുള്ള ഷോർട്ട് വീഡിയോസ്. അപ്പോൾ നിങ്ങളുടെ സമയം ഒത്തിരി പോകത്തില്ല, പെട്ടെന്നൊരു അസസ്മെന്റ് നിങ്ങൾക്ക് തന്നെ നടത്താനും സാധിക്കും. അപ്പോൾ പിന്നെ അടുത്ത ട്രൂ ഓർ ഫാൾസ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് നോക്കിയവർക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ചോദ്യമായിരുന്നു. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തതിനകത്ത് ഏരിയനകത്തേക്ക് വരുന്ന എല്ലാ ട്രൂ ഓർ ഫാൾസ് ഞാൻ ജസ്റ്റ് പറയുന്നില്ല. അത്യാവശ്യം ടെക്സ്റ്റ് വൃത്തിയായിട്ട് വായിച്ചവർക്ക്, 2-3 തവണ വായിച്ചവർക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ടായിരിക്കും തരുന്നത്. കാരണം എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഈ വീഡിയോക്ക് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൂട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ തിയറി, അതായത് ബി പാർട്ടിനകത്തേക്ക് നോക്കുവാണെങ്കിൽ വാട്ട് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് എവിടെ നിന്നുള്ള ചോദ്യമാണ്, നമ്മളുടെ ഈ പറയുന്ന യൂണിറ്റ് 7 ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ളൊരു തിയറി ചോദ്യമായിരുന്നു. അതായത് ടെക്സ്റ്റ് അത്യാവശ്യം തിയറി ഏരിയ നോക്കിയിട്ടുള്ളവർക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. പിന്നെ ജസ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ലിമിറ്റേഷനും ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത്യാവശ്യം ഒരു പ്രാക്ടിക്കൽ നോളജ് ഉള്ളവർക്ക് ഡയറക്റ്റ്ലി ഇപ്പൊ ടെക്സ്റ്റ് സപ്പോസ് നോക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും എഴുതാൻ പറ്റുന്നതായിരുന്നു. 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അപ്പം എന്താണ്, നമുക്ക് അത്യാവശ്യ സമയം, ഒരു ലിമിറ്റഡ് സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു, ഒരു ചോദ്യമായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ചോദ്യത്തിനകത്തേക്ക് നോക്കുവാണെങ്കിൽ എന്താണ് അടുത്ത ചോദ്യമായിട്ട് വരുന്നത്, GST ആപ്ലിക്കേഷനുള്ള ഒരു ജേണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ? വിജയുടെ ബുക്കിൽ വന്ന ട്രാൻസാക്ഷൻസിന്റെ എന്താണ് GST ആപ്ലിക്കേഷനുള്ള ജേണൽ എൻട്രി എഴുതാനായിട്ട് അല്ലെ? അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതാണ്. ജസ്റ്റ് 1-2 വല്ല ചേഞ്ച് ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു, എന്നാലും ഡയറക്ട്ലി ടെക്സ്റ്റിനകത്തുള്ള ഡയറക്ട്ലി എടുത്തിട്ട് മാത്രമേ ഉള്ളൂ അല്ലെ? പിന്നെ ഈ പറയുന്ന ലാസ്റ്റ് വൺ, അതായത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഗുഡ്സ് കോസ്റ്റിംഗ് 3000-ന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇല്ലേ? ഈ പറയുന്ന ചോദ്യം നമ്മൾ ഡയറക്ട്ലി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക്, ടെക്സ്റ്റ് ഡയറക്റ്റിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നാലും എന്താണ്, നമുക്ക് പഠിച്ചു വെച്ച് എഴുതാൻ പറ്റുന്ന ട്രേഡ് ഡിസ്കൗണ്ടിന്റെ ആപ്ലിക്കേഷൻ എല്ലാം ടെക്സ്റ്റിലുള്ളതാണ്, ഡയറക്റ്റ് എഴുതാൻ പറ്റുന്നതായിരുന്നു. 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. നമുക്ക് അത്യാവശ്യം പഠിച്ചു വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിനകത്തേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് എന്തിന്റെ ചോദ്യമായിരുന്നു, നമുക്ക് റെക്ടിഫിക്കേഷന്റെ ചോദ്യമായിരുന്നു. ശരിയല്ലേ? റെക്ടിഫിക്കേഷൻ ഡീൽ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു രണ്ടാമത്തെ പാർട്ടിലെ ചോദ്യം എന്ന് പറയുന്നത്. എത്ര മാർക്കിനാണ് ഇത് ചോദിച്ചത്? നമുക്ക് റെക്ടിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ടോട്ടലി 12 മാർക്കിനാണ്. നോക്കിക്കേ, 12 മാർക്കിനാണ് ഡയറക്ട്ലി റെക്ടിഫിക്കേഷനകത്ത് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെക്സ്റ്റിലെ ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമല്ല, സെക്കൻഡ് ആയിക്കോട്ടെ, തേർഡ് ആയിക്കോട്ടെ, ഫോർത്ത് ആയിക്കോട്ടെ, ഇതെല്ലാം ഡയറക്ട്ലി ടെക്സ്റ്റ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇല്ലസ്ട്രേഷൻ മാത്രമല്ല, ഈ പറയുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇല്ലേ നമുക്ക് ചെയ്യാനുള്ളത്, അതോട് ഉൾപ്പെടുത്തിയാട്ടോ ഞാൻ പറയുന്നത്. അതായത് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും തന്നെ നമുക്ക് ടെക്സ്റ്റിനകത്ത് നിന്ന് ഉള്ള ചോദ്യം തന്നെയാണ്. അതായത് 12 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം ഈ പറയുന്ന റെക്ടിഫിക്കേഷൻ നമുക്ക് ഒത്തിരി സമയം പോകുന്നില്ല. 12 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു 5-10 മിനിറ്റ് കൊണ്ട് കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് അത്യാവശ്യം പഠിച്ചുപോയിട്ട് പോയവർക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കുവാണെങ്കിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം തന്നെ പാർട്ട് ബി എന്ന് പറയുന്നത് എന്തിന്റെ ചോദ്യമായിരുന്നു, ഒരു പ്ലാന്റ് ആൻഡ് മിഷനറി അക്കൗണ്ട് വരയ്ക്കാനുള്ള ചോദ്യമായിരുന്നു അല്ലെ? അതായത് ഡിപ്രീസിയേഷന്റെ ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ വ്യത്യസ്തമായിട്ട് എന്താ ഇതിനകത്ത് ഉണ്ടായിരുന്നത്, ഇതിനകത്ത് ജസ്റ്റ് ആകപ്പാടെ നമുക്ക് രണ്ട് മിഷനറി വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ?
അല്ലെ? അപ്പം അതിന്റെ ഒരു വർക്കിംഗ് നോട്ട് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ, അതായത് 2 മിസ്റ്ററി നമ്മൾ വെക്കുന്നുണ്ട്, അതിന്റെ മാത്രം പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. ജസ്റ്റ് ആകപ്പാട് 2-3 വർക്കിംഗ് നോട്ടാണ് വരുന്നുള്ളൂ. അത്യാവശ്യം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. ഡയറക്റ്റ്ലി പറഞ്ഞ കഴിഞ്ഞ 1-2 വർഷം മുന്നേ തൊട്ടിട്ട് ഈ വർഷം ഓപ്പണിംഗിൽ അതിന് എത്ര വിലയുണ്ട്, ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ വരെ എത്ര ഡിപ്രീസിയേഷൻ ഉണ്ടെന്നുള്ളൊരു നോട്ട് കണ്ടുപിടിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓരോ ചോദ്യം ഇൻഡിവിജ്വൽ ഇതിന് ശേഷം ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് ഒരു ഓവറോൾ കാര്യമാണ് പറയുന്നത്. 8 മാർക്കിനാണ് ഇത് ചോദിച്ചത്. അതായത് ഞാൻ പറഞ്ഞു ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് ഡയറക്റ്റ്ലി ഉള്ള ഒരു ചോദ്യമല്ല, ജസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് സെൻസോട് ഉൾപ്പെടുത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്നിരുന്നാലും 8 മാർക്കിന് നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആൻസർ ചെയ്ത് കാണിക്കുമ്പോൾ എന്താണ് ആകപ്പാടെ 2-3 വർക്കിനോട്ടാണ് ഇതിന് ആകപ്പാടെ വരുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് കൂളാക്കിയിട്ട് വേറെ ടെൻഷനൊന്നും നോക്കാണ്ട്, കാരണം എഴുതുന്ന ഡേറ്റോ കാര്യങ്ങളൊന്നും മാറി പോകാണ്ട് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 8 മാർക്കിന് അത്യാവശ്യം ഓർക്കുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കും ഇത്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഈ ചോദ്യത്തെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് തന്നെ ഏകദേശം സെയിം മോഡൽ തന്നെയാണ്. ഡയറക്റ്റ്ലി ഇതുപോലൊരു ചോദ്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് ഇതിനകത്തെ ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പൊ അത്യാവശ്യം ഈ പറയുന്ന ടെക്സ്റ്റ് പഠിച്ചിട്ട് പോയവർക്ക്, എന്താണ് ടെക്സ്റ്റ് നോക്കിയിട്ട് പോയവർക്ക് അത്യാവശ്യം ഒത്തിരി, അതായത് നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ചോദ്യം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം സമയം എടുക്കുന്നു വർക്ക്ഔട്ട് ചെയ്ത് വരാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി എത്ര മാർക്കിന്റെ ചോദ്യമായിരുന്നു. നോക്കിക്കേ, ഇത് എത്ര മാർക്കിന്റെ ചോദ്യമാണെന്ന് നോക്കുമ്പോ നമുക്ക് മനസ്സിലായി 10 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അപ്പൊ ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കാനുണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പൊ ഇച്ചിരി ടൈം കൺസ്യൂമിംഗ് ആണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് ടെക്സ്റ്റ് നോക്കിയവർക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബാക്കി ഇങ്ങനെ കുത്തി വരച്ചാണ് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോ എടുത്ത് ചെയ്യണമെന്നുള്ളൂ. ഇത് ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇത് 10 മാർക്കിന് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. എന്നിരുന്നാൽ കൂടി എന്താണ്, ഞാനിതൊരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പറയില്ല, എന്നാലും എന്താണ് നമുക്കിത് വലിയ പാടൊന്നുമില്ല, അത് ചെയ്യുമ്പോൾ മനസ്സിലാവും. സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ നോട്ട് നമുക്ക് ചെയ്യാനുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം അറിയാമെങ്കിൽ ചെയ്ത് പോകാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിന്റെ ചോദ്യമായിരുന്നു. അതായത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഏരിയനകത്ത് ഇത് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഈ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസിനകത്ത് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പേജ് നമ്പർ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 10.111, ഇച്ചിരി വേരിയേഷൻ കാണും പേജ് നമ്പറിന്, എന്നാലും പ്രാക്ടിക്കൽ പ്രോബ്ലം സെഷനകത്ത് വന്നൊരു ചോദ്യമാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ചെയ്യാനുള്ള ചോദ്യമാണ്. ഈ എമൗണ്ടിന് മാത്രം ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. പേജ് നമ്പർ 10.111, ഇച്ചിരി വേരിയേഷൻ കാണും പേജ് നമ്പറിന്, എന്നിരുന്നാൽ കൂടി എന്താണ് ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. പിന്നെ ഇത് 10 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, 10 മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. കാരണം വേറെ ഒന്നും ചെയ്യാനില്ല, ടെക്സ്റ്റ് നോക്കിയവർക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി, എഴുതാനുണ്ടായിരുന്ന ചോദ്യമായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിനകത്തേക്ക് നോക്കുവാണെങ്കിൽ, അതായത് ഇതിൽ താഴെ കൊടുത്തിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും ടെക്സ്റ്റിനകത്ത് തന്നെ ഉള്ളതാണ്. ഡയറക്റ്റ്ലി പുറത്തുനിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റും നമുക്ക് തന്നിട്ടില്ല. അതായത് ഈ പറഞ്ഞ പേജ് നമ്പർ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും എന്താണ്, ഇൻക്ലൂഡിങ് ഈ ടേബിൾ ഉൾപ്പെടെ എന്താണ് നമുക്ക് ടെക്സ്റ്റിലുണ്ട്. ഈ പറയുന്ന പ്രോഫിറ്റിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സും, അപ്പൊ പ്രോഫിറ്റ് കറക്റ്റ് ചെയ്യുന്നതും എല്ലാ ട്രീറ്റ്മെന്റും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ വരെ സെയിം ആണ്. അതായത് ഈ ഇൻക്ലൂഡ്സ് ഇൻഷുറൻസ് ക്ലെയിമും ഈ പറഞ്ഞ വോളണ്ടറി റിട്ടയർമെന്റിന്റെ കാര്യവും പിന്നെ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റും ഇതെല്ലാം സെയിം ആയിട്ട് ടെക്സ്റ്റ് കിടക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് 10 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് ഒരു നഷ്ടമില്ല, കാരണം ഡയറക്റ്റ്ലി ഈ പറയുന്ന 2-3 തവണ ടെക്സ്റ്റ് വൃത്തിയായിട്ട് ചെയ്തവർക്ക് ഡയറക്റ്റ്ലി ചെയ്യാനുള്ള അപ്ലൈ ചെയ്യാനുള്ള ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പം ഇത് അത്യാവശ്യം എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിന്റെ തന്നെ ഏരിയ എന്നാണ്. 4th ക്വസ്റ്റ്യൻ പാർട്ടില് പാർട്ണർഷിപ്പിന്റെ തന്നെ ചോദ്യമാണ്. ഒറ്റ വ്യത്യാസമുള്ള എന്താണ്, റിട്ടയർമെന്റ് ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമായിരുന്നു അല്ലെ. തൊട്ടു മുന്നത്തെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നെങ്കിൽ ഇത് റിട്ടയർമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും ഇതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിനകത്ത് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് പേജ് നമ്പർ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ മനസ്സിലാവും 10.161 161 ആയിക്കോളാം, ടെക്സ്റ്റിൽ ചെറിയൊരു വേരിയേഷൻ കാണും. എന്നിരുന്നാൽ കൂടി പ്രാക്ടിക്കൽ പ്രോബ്ലം സെഷനകത്തുള്ള ചോദ്യമാണ്.
മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ അത്യാവശ്യം ടെക്സ്റ്റ് നോക്കിയവർക്ക് ഈ പറയുന്ന ചോദ്യം വന്ന് കാണുമ്പോൾ മനസ്സിലാവും ഈ പറഞ്ഞ ടെക്സ്റ്റ് എന്നുള്ള ചോദ്യമായിരുന്നല്ലോ എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോ ഇതും എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലം സെഷനാണ്, സെൽഫായിട്ട് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലം സെഷനകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് എത്ര മാർക്കിന് തന്നെ ചോദിച്ചതാണ്? ഇത് ഈ പറഞ്ഞ രീതിക്ക് 10 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, ടെക്സ്റ്റ് അത്യാവശ്യം നോക്കിയിട്ട് പോയവർക്ക് ഡയറക്റ്റ്ലി എന്താണ് ഇത്രയും ചോദ്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു. കാരണം എന്താണ്, കുറച്ച് എമൗണ്ട് മാത്രം വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, എമൗണ്ട് ഇപ്പൊ കറക്റ്റ് വരണം നിർബന്ധമില്ലല്ലോ, കുറച്ച് എമൗണ്ട് മാത്രം, ബാക്കിയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സുകളും എന്തായിരുന്നു, സെയിം ആയിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഇപ്പം സപ്പോസ് ഇതിന്റെ താഴേക്കുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ കൊടുത്തിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സുകൾ കണ്ടില്ലേ, ഇതെല്ലാം ഓൾമോസ്റ്റ് എന്താണ്, സെയിം ആണ്. വേറെ ഒന്നും എക്സ്ട്രാ വന്നിട്ടില്ല. ഡയറക്ട്ലി ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ട് ഈ പേജ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്, ഈ കൊടുത്തിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ടെക്സ്റ്റിൽ നിന്ന് ഡയറക്ട്ലി എടുത്തിട്ടുള്ളതാണ്, ഒന്നും പുറത്തുനിന്ന് എടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇനിയുള്ളൊരു എക്സാമിനാണെങ്കിൽ, ഇനി പുതിയ പഠിക്കാൻ പോകുന്ന പിള്ളേരാണെങ്കിൽ എന്താണ്, ജസ്റ്റ് ടെക്സ്റ്റ് വൃത്തിയായിട്ട് ഒരു 2-3 തവണ പഠിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ള എക്സാമേ ഉള്ളൂ. ഓക്കെ, എല്ലാ എക്സാമും ഇതുപോലെ വരുന്നെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാൽ കൂടി ഒരു 50-60% ടെക്സ്റ്റിന് ഡയറക്ട്ലി ഉള്ള രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ബി പാർട്ടിന്റെ ചോദ്യം എന്ന് പറയുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യാനുള്ളതായിരുന്നു, നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അല്ലെ, ഒരു ബാലൻസ് ഷീറ്റ് വരെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഇത് എത്ര മാർക്കിന്റെ ചോദ്യമായിരുന്നു? നമുക്ക് ഈ പറയുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു 10 മാർക്സിന്റെ ചോദ്യമായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇല്ലുസ്ട്രേഷൻ ബേസ്ഡ് ചെയ്തിട്ടുള്ള ചോദ്യമായിരുന്നു. അതായത് ഒരു ഇല്ലുസ്ട്രേഷൻ 12 ഒക്കെ വരും. ഇല്ലുസ്ട്രേഷൻ 12 ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഡയറക്ട്ലി 12 അതേപോലെ ഉണ്ടെന്നല്ല, ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ഡയറക്ട്ലി അതായിരുന്നു. ഇത് ഇല്ലുസ്ട്രേഷൻ 7.54 ആണ് ഏകദേശം. ചിലപ്പോൾ 50 അല്ലെങ്കിൽ 54 ആ ഒരു റേഞ്ചിൽ വരുന്ന പേജ് നമ്പറിൽ വരുന്ന ചോദ്യമാണ്. ഡയറക്ട്ലി 1-2 അഡ്ജസ്റ്റ്മെന്റ് ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു, എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനു മുമ്പുള്ള ചോദ്യം ഡയറക്ട്ലി സെയിം അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളായിരുന്നു. ഇതിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരി ചേഞ്ച് ആക്കി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി എന്താണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിരുന്നു. അപ്പം ടെക്സ്റ്റ് നോക്കിയവർക്ക് ഇത് അത്യാവശ്യം ഈ പറയുന്ന സമയത്ത് ഇത് എത്ര മാർക്കിന്റെ ചോദ്യമായിരുന്നു? ഇതും 10 മാർക്കിന്റെ ചോദ്യമായിരുന്നു അല്ലെ. അപ്പൊ ഈ 10 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതായിരുന്നു. അപ്പൊ ഇതിന്റെ വർക്ക്ഔട്ട് ചെയ്ത് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പൊ ഒരു അസസ്മെന്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്നും മാർക്ക് അനുസരിച്ച് നോക്കുമ്പോൾ എഴുതാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞു പോകുന്നതെന്ന് ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 5th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 5th ക്വസ്റ്റ്യനകത്ത് എ പാർട്ടിൽ വരുന്നത് നമുക്ക് എന്തിനുള്ള ചോദ്യമാണ്? ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു BRSന്റെ പ്രിപ്പയർ ചെയ്യാനുള്ള ചോദ്യമായിരുന്നു. അതായത് നമുക്ക് നോർമലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ചോദ്യമായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ട്രാൻസാക്ഷൻസ് ഒന്നും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതല്ല, ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞ രീതിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഒരു ചോദ്യമല്ലായിരുന്നു. പക്ഷെ ആകെ ഒരു കാര്യം, ഇത് 5 മാർക്സിന്റെ ചോദ്യമാണ്. അപ്പൊ ഇതിനകത്ത് അത്യാവശ്യം 7 ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ 5 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി അത്യാവശ്യം ആലോചിച്ച് കഴിയുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അപ്പൊ 5 മാർക്കിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കാം. അത് മാത്രമാണ് ഞാൻ നമുക്ക് ഇതിനകത്തുള്ള പ്രശ്നമുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ കൂടി എന്താണ്, ഡയറക്റ്റ്ലി നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള അതേ ട്രാൻസാക്ഷൻസ് ആയിരുന്നു ഞാൻ ചെയ്ത് കാണിച്ച അടുത്ത വീഡിയോകളിലായിട്ട്. അപ്പൊ എന്താണ്, ഇതിനകത്ത് ആകപ്പാടുള്ള കാര്യം 5 മാർക്കിന് ചോദിച്ചപ്പോൾ ഇച്ചിരി ചിലർക്ക് ഇച്ചിരി സമയം എടുത്തിട്ടുണ്ടാകാം. അതാണ് ആകപ്പാട് നോക്കിയിട്ട് വരാനുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അതർവൈസ് എന്താണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിന്റെ തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമുക്കൊരു അക്കോമഡേഷൻ ബില്ലിന്റെ ഒരു അക്കോമഡേഷൻ ബില്ലിന്റെ ചോദ്യമായിരുന്നു. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ പേജ് നമ്പർ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ചാപ്റ്ററിലെ 6.24 പേജിലെ ഇല്ലുസ്ട്രേഷൻ 10 ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഏകദേശം സെയിം രീതിയിൽ തന്നെ ഈ സെയിം മോഡൽ ചോദ്യം എന്ന് പറയുന്നത്, എന്നാലും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ചോദ്യമാണ് ഇല്ലുസ്ട്രേഷൻ 10 എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഇല്ലുസ്ട്രേഷൻസ് വർക്ക് ചെയ്ത് പോയവർക്ക് ഇത് 5 മാർക്കിന് ചോദ്യമാണ്, കുഴപ്പമില്ല. കാരണം ഇത് ജസ്റ്റ് ഇതിന്റെ കോൺസെപ്റ്റ് അങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 5 മിനിറ്റ് 5-6 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കിയവർക്ക് ഈ പറയുന്ന സെക്കൻഡ് പാർട്ടിലെ ചോദ്യം ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു. അപ്പൊ ഇതും നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് നമുക്ക് നോക്കാം. പിന്നെ 5 മാർക്കിന് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ വെറുതെ തരായിരുന്നു, കാരണം ഒത്തിരി ടൈമും പോയില്ല, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരുന്നു. അടുത്ത ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യമായിരുന്നു, നമുക്ക് ടോട്ടൽ പർച്ചേസ് അതുപോലെ ടോട്ടൽ സെയിൽസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്ട്ലി ഉള്ള ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. അതായത് ഡെപ്റ്റേഴ്സിന്റെയും അതുപോലെ ക്രെഡിറ്റേഴ്സിന്റെ ഒക്കെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. അതായത് ഒരു ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് സെയിൽ കിട്ടൂലേ, ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസ് കിട്ടില്ലേ.
ഇല്ലേ? അതുപോലെ തന്നെ ക്യാഷ് സെയിലും ക്യാഷ് പർച്ചേസും നമുക്ക് അഡീഷണലി തന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ടോട്ടൽ പർച്ചേസും ടോട്ടൽ സെയിൽസും കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഒരു പാടുമില്ല. ഡയറക്ട്ലി ഓപ്പണിംഗ് ക്ലോസിംഗും എല്ലാം നമുക്ക് വിശദമായിട്ട് തന്നിട്ടുണ്ട്. ആകപ്പാട് ഈ അക്കൗണ്ട് വരച്ച് ഇതിനകത്ത് ഐറ്റംസ് അങ്ങ് എഴുതുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതിനകത്ത് എഴുതുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻ ആക്കാൻ ഇതിനകത്ത് ഒരു ഐറ്റവും ഇല്ല. ആകപ്പാട് ഇതിനകത്ത് വരുന്ന ഡിസ്കൗണ്ടിന്റെ എലമെന്റ് താഴെ തന്നിട്ടുണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു ഇൻഫർമേഷനും എന്താണ് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടോ, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡിസ്കൗണ്ട് അലോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്യാവശ്യത്തിന് കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഡയറക്റ്റ്ലി എഴുതാനുള്ള ഉള്ളൂ. 5 മാർക്കിന് കുഴപ്പമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഒന്നുമില്ല. 5 മാർക്കിന് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നു. ഡയറക്റ്റ് അതിന്റെ ഈ ക്രെഡിറ്റ് പർച്ചേസിന്റെ ക്രെഡിറ്റ് സെയിൽസിന് ഇൻഫർമേഷൻ കിട്ടുന്നു. അത് ക്യാഷ് സെയിലിനോടും ക്യാഷ് പർച്ചേസിനോട് കൂട്ടി ടോട്ടൽ സെയിൽസും ടോട്ടൽ പർച്ചേസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഉള്ള ചോദ്യമായിരുന്നു ഇത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സി പാർട്ട് ആയിട്ട് ചോദിച്ചത് കമ്പനി അക്കൗണ്ട്സിനകത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് 10 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഉള്ളൊരു ചോദ്യമാണ്. അതായത് നമുക്കിനകത്ത് ഒരു കോൾസിൻ ഏരിയ, എക്സിന്റെ വൈഡും കോൾസിൻ ഏരിയയുടെ കാര്യം മാത്രമാണ് എന്തെങ്കിലും ഒരു 4 പീസ് ആണ് ഡീൽ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നോർമലി പറയുന്നത് നമുക്ക് ഇവർക്ക് ഒരു ഡിഫിക്കൽട്ട് ആക്കാം. അതായത് എക്സ് എന്ന് പറഞ്ഞൊരു ആള്, അയാൾക്ക് ഇത്രയാണ് അപ്ലൈ ചെയ്തത്, പക്ഷെ ഇത്രയാണ് അലോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇത്ര ഷെയർ ആണ് അലോട്ട് ചെയ്ത് കൊടുത്തത്, പക്ഷെ പുള്ളി എത്രയാണ് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇതിനകത്തില്ല. ജസ്റ്റ് പുള്ളിയുടെ എത്ര ഷെയർ ആണുള്ളത് അതിന്റെ കോൾസിൻ ഏരിയ വെച്ച് ഡീൽ ചെയ്യാനുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്യാവശ്യം ടെക്സ്റ്റ് വെച്ച് ചെയ്തവർക്ക് അറിയാം, ഈ അപ്ലൈഡും അലോട്ടഡും വെച്ചിട്ട് റേഷ്യോ വെച്ച് നമ്മൾ പ്രോറേറ്റ വെച്ച് ചെയ്യുന്ന ചോദ്യമില്ലേ, അതൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. അപ്പൊ ഡയറക്ട്ലി എന്ത് ചെയ്യാം, ഈ പറയുന്ന അരിയർ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇതിനകത്ത് ഇല്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചവർക്ക് എന്താണ് ഈ പറയുന്ന 10 മാർക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഈ ചോദ്യം കണ്ടപ്പം എന്താണ് എനിക്ക് സന്തോഷമായി. കാരണം എന്താണ്, ഇത് നമ്മൾ പഠിപ്പിച്ച പിള്ളേർക്കാണെങ്കിലും പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലേ. കാരണം വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇത് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. അത് അടുത്ത വീഡിയോ ആയിട്ട്, ആ അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യത്തിനകത്തേക്ക് നോക്കിയാലോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? അടുത്ത ചോദ്യം നമ്മുടെ പ്രിഫറൻസ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒരു ചോദ്യമായിരുന്നു, റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ICAI ടെക്സ്റ്റിലെ പേജ് നമ്പർ 11.172 എന്താണ് ഇല്ലുസ്ട്രേഷൻ 9 ചോദ്യമാണ്. എമൗണ്ടിന് ഇച്ചിരി വേരിയേഷൻ ഉണ്ട്, പക്ഷെ സെയിം എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം സെയിം ആണ്. ഓക്കെ, ഈ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അടക്കം സെയിം ആണ്. ഈ പറയുന്ന എമൗണ്ടിന് മാത്രം ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബാക്കിയുള്ള അതിനകത്ത് ടെക്സ്റ്റിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് ഓഫ് XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സെയിം ചോദ്യമായിരുന്നു ഇത്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ചെയ്തവർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ എത്ര ചോദ്യമാണ് ടെക്സ്റ്റിൽ ഞാൻ തന്നെ ഇപ്പൊ പറഞ്ഞത് അല്ലെ. അപ്പൊ ടെക്സ്റ്റ് ചെയ്ത് പഠിച്ചിട്ട് പോയവർക്ക് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം. അതുകൊണ്ട് 15 മാർക്കിന് ഇത് ചോദിച്ചത്. അതായത് ജസ്റ്റ് ഈ പറഞ്ഞ ടെക്സ്റ്റ് 2-3 തവണ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാം. ഇത് 15 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ശരിയല്ലേ? അവൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം ഏത് ചോദ്യമായിരുന്നു, ഏത് തിയറി ഏരിയനകത്തുനിന്നായിരുന്നത്. വാട്ട് ഡു മീൻ ബൈ പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, നമ്മുടെ ആ ക്യാഷ് ബുക്കിന്റെ ഭാഗത്തുനിന്നുള്ള പ്രിൻസിപ്പൽ സബ്സിഡിയറി ബുക്സിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പൊ തിയറി ആയിട്ട് നമ്മളോട് ഇപ്പൊ ചോദിച്ചത് 2 ചോദ്യം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ചോദ്യം, അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ ബുക്സിന്റെ ഏരിയ എന്നുള്ളൊരു ചോദ്യം അല്ലെ. അപ്പൊ അത്യാവശ്യം ടെക്സ്റ്റ് റെഫർ ചെയ്തവർക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. അതൊരു പ്രാക്ടിക്കൽ നോളജോടെ ഉള്ളവർക്ക് ഡയറക്ട്ലി എന്താണ് ടെക്സ്റ്റ് വായിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം ജസ്റ്റ് 1-2 തവണ ഒരു തവണ ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സെഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും നമ്മൾ നോക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഒരു അറൌണ്ട് ഒരു 50 to 60% ടെക്സ്റ്റിനകത്ത് ഡയറക്ട്ലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശരിയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഇത്രയും ചോദ്യം ഡിസ്കസ് ചെയ്തതിനകത്ത് ഓൾമോസ്റ്റ് എന്താണ് ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ടെക്സ്റ്റിനകത്ത് എടുത്തിട്ടുള്ളതല്ലേ. അപ്പൊ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ആ ടെക്സ്റ്റ് ബുക്ക് ഒരു 2-3 തവണ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷ നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാൻ ഇപ്പൊ മനസ്സിലായില്ലേ. ഇനി പുതിയതായിട്ട് ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരായിക്കോട്ടെ, ഈ പറഞ്ഞ ടെക്സ്റ്റ് ഒരു വൃത്തിയായിട്ട് 2-3 തവണ വർക്ക്ഔട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പഠിക്കുക. ഓക്കെ, എന്നിട്ട് എക്സാമിന് സ്റ്റഡി ലീവ് കിട്ടുന്ന സമയത്ത് 1-2 തവണ കൂടി വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾ പെർഫെക്റ്റ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം പാസ് ആവുന്നതിന് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ തുടക്കം പറഞ്ഞു അക്കൗണ്ട്സിന്റെ എക്സാം വളരെ എളുപ്പമായിരുന്നു, ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിരുന്നു. അതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ. ഇത്രയും മാർക്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യം ടെക്സ്റ്റിനകത്ത് ഡയറക്റ്റ് എടുത്തിട്ടുള്ളതാണ്. എമൗണ്ട് മാത്രമാണ് കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുള്ളൂ. ചില ചോദ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ട്രൂ ഓർ ഫാൾസ് ആണ്, റെക്ടിഫിക്കേഷൻ ഒക്കെയാണ്, ചിലതൊക്കെ സെയിം തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരും ഇത് കണ്ട് പേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അത് ക്വസ്റ്റ്യൻ കണ്ടില്ലായിരുന്നല്ലോ, അത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിനകത്തുള്ളതായിരുന്നല്ലോ, അങ്ങനെയുള്ള ടെൻഷനൊന്നും അല്ല. നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഈ രീതിക്ക് ടെക്സ്റ്റ് ഒരു 2-3 തവണ വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്കത് സുഖമായിട്ട് ജയിക്കാന്നുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ പുറകെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും റെസ്റ്റ് എടുത്ത് ഇത് കാണുക. എന്തായാലും കഴിഞ്ഞതിന്റെ ആശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അടുത്ത വീഡിയോസ് എല്ലാം ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇൻഡിവിജ്വലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പൊ എല്ലാവർക്കും താങ്ക് യു.